ആലുവയിൽ 50 ലക്ഷം രൂപ വില വരുന്ന MDMA പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീറിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 കിലോഗ്രാം MDMAയുമായി ബംഗളൂരു സ്വദേശിനിയെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ബുധനാഴ്ചയാണ് ദില്ലിയിൽ നിന്ന് ട്രെയിനിൽ വരികയായിരുന്ന ബംഗളൂരു സ്വദേശിനിയെ 1 കിലോഗ്രാം MDMAയുമായി പോലീസ് പിടികൂടിയത്. വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കവെയായിരുന്നു പോലീസ് യുവതിയെ പിടികൂടിയത്. ലഹരിമരുന്ന് വാങ്ങാനായി യുവതിയെ കാത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴായിരുന്നു പോലീസ് സഫീറിനെ കസ്റ്റഡിയിലെടുത്തത്. മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണെന്ന് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായും DYSP പ്രസാദ് പറഞ്ഞു. ഇത് കൊടുത്തുവിട്ടവരെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസീവായിട്ട് പോകുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് വരുന്ന സമയങ്ങളുണ്ടാവും. MDMA കടത്തിന് പിന്നിൽ മലയാളികളടങ്ങുന്ന സംഘമാണെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ദില്ലിയിൽ നിന്നാണ് സംഘം ചുരുങ്ങിയ വിലയ്ക്ക് MDMA സംഘടിപ്പിക്കുന്നത്. തുടർന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെത്തിച്ച് വലിയ വിലയ്ക്ക് വിൽപ്പന നടത്തിവരികയായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. മയക്കുമരുന്ന് കൊച്ചിയിലെത്തിച്ച് സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.